മുത്തേ ആശിക ജല്ലടന്നലെ പറഞ്ഞ എന്നെ ആരൊക്കെ വിളിച്ച് ഡൗട്ടൊക്കെ ചോദിച്ചെന്ന് അതെന്നേരം ചോദിച്ചിന്. അത് അപ്പതാ നമ്മളെ സ്രാവ് കണ്ടപ്പോഴാണ് എനിക്ക് അതിന്റെ ഓർമ്മ വന്നത് കേട്ടോ. ഈ സ്രാവിന്റെ പേര് നമ്മളിവിടെ പറയും പൂയി സ്രാവ് എന്ന് പറയും. നമ്മളിവിടെ കടകളിലൊക്കെ ഈ ഉണക്കലാക്കുന്ന സ്രാവാണിത് കേട്ടോ. ഇത് കൂടുതൽ നമ്മളിവിടെ കഴിക്കാനും എടുക്കും, അതേപോലെ ഉണക്കലിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീൻ കൂടിയാണ് ഈ സ്രാവ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു ലേഡി എന്നെ വിളിച്ച് അവരെ മകള് പ്രസവിച്ച് കിടക്കുന്നുണ്ട് അത്ര. അപ്പൊ അത് കാരണം ആരോ ഒരു പറഞ്ഞാലോ സ്രാവ് കഴിച്ചു കഴിഞ്ഞാല്, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ സ്രാവ് കഴിച്ചു കഴിഞ്ഞാല് പാലുൽപാദനം കൂടും എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കൊടുത്തു. അപ്പൊ അത് ശരിയാണോ, അത് ഉള്ളതാണോ, എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിരുന്നത്. അപ്പൊ ഞാന് ഒരു ഡോക്ടറോ ഒന്നുമല്ല, പക്ഷെ എന്നാലും നമ്മൾ ഈ മീനിൽ കുറെ ആയിട്ട് നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട് കുറെ കാര്യങ്ങൾ അറിയുന്നത്, എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇപ്പോ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും സ്രാവ് പ്രസവിച്ച സ്ത്രീകൾക്ക് സ്രാവ് കൊടുക്കാനേ പാടില്ല കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഹെവി മെർക്കുറി കണ്ടന്റ് ഉള്ള മീനായത് കാരണം പല പോയസിനും അവർക്ക് സംഭവിക്കാം. ഛർദി, വയറ്റുനോക്ക്, വയറുവേദന, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ സംഭവിക്കാം. അത് കൂടാതെ ഈ സർജറി കഴിഞ്ഞ പ്രസവത്തോട് സർജറി കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് തീരെ കൊടുക്കരുത്. കാരണം ഇതിൽ പോയസം ഹെവി മെർക്കുറി കണ്ടന്റ് കൂടുതലാണ് മെയിൻ കാരണം. പിന്നെ ശരീരം ഹീറ്റാക്കുന്ന ഒരു സംഗതി കൂടാണ് എന്ത് ഈ സ്രാവ് എന്ന് പറഞ്ഞാല്. അപ്പോൾ ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിന്റെ മുമ്പ് പ്രസവിച്ച സ്ത്രീകൾക്ക് എന്ത് ചെയ്യുക, സ്രാവ് കൊടുക്കുക എന്നുള്ളത്. പാലുൽപാദനം കൂടും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ തെറ്റായ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പണ്ടുള്ള ആളുകൾ വെറുതെ അടിച്ചിറക്കുന്നതാണ്. റൂഡായിട്ടുള്ള കാര്യമാണ് ഇത്. ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്കിട്ടോ അതുപോലെ ഒരു തെറ്റായ ഒരു മെസ്സേജാണ് പ്രസവിച്ച സ്ത്രീക്ക് സ്രാവ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം കൊടുക്കാണ്ടിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ ആരെങ്കിലും ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും പാടെന്താവട്ടെ, ഈ ഒരു മെസ്സേജ് ഉപകാരത്തിൽ കൊള്ളട്ടെ. അപ്പോൾ നമ്മളെ കൊണ്ട് എന്താ പറയുക, എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഏറെക്കുറെ ക്യാമറാമാനൊപ്പം സാഹിദിനോടൊപ്പം ആശി, അതാണ്. ഓക്കെ.